ഹലോ. വെയിൽസ് ട്രിപ്പ് അവസാനിച്ചിട്ടില്ല കേട്ടോ. സിപ്പ് വേൾഡിൽ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ പോയത് സ്നോഡോണിയയിലെ മൗണ്ടൻ റെയിൽവേ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള പ്രതീക്ഷയോടെയായിരുന്നു. കൊണ്ടുവന്ന് ഫുഡൊന്നും കഴിഞ്ഞില്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ അത് കഴിച്ച് ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും കൂടാണ്ട് ബ്രിട്ടന്റെ അണ്ടറിലുള്ള മറ്റൊരു രാജ്യമാണ് വെയിൽസ്. ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ വെയിൽസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്ര മനോഹരമാണെന്ന് സത്യം പറഞ്ഞാൽ വന്നപ്പോഴാട്ടോ മനസ്സിലായത്. വെൽഷ് ആണ് വെയിൽസിന്റെ നേറ്റീവ് ലാംഗ്വേജ്. പല സൈൻ ബോർഡുകളും വെൽഷിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാഞ്ഞുകൊണ്ട് മൗണ്ടൻ ട്രെയിൻ റൈഡ് മിസ്സായി. സോ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാട്ടോ. എന്തായാലും ട്രെയിൻ മിസ്സായി. എന്നാൽ പിന്നെ അടുത്തൊരു ലൊക്കേഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ച് നല്ലൊരു സ്പോട്ട് നോക്കിയപ്പോഴാണ് ലാൻഡ് നൗ കണ്ടത്. അവിടെ ചെന്നപ്പോഴും ട്രെയിൻ ഉണ്ടായിരുന്നു, പക്ഷെ അതിനും ടിക്കറ്റ് കിട്ടിയില്ല. ഒരു കോസ്റ്റൽ ടൗൺ ആണ് ലാൻഡ് നൗ. സീ സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് നല്ല അടിപൊളി ഒരു വ്യൂ ഉള്ള ഹിൽ ടോപ്പിൽ എത്താൻ പറ്റും. വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കടലും മേളിലൊരു മലയും അതിനിടയ്ക്ക് ചെമ്മരിയാടുകൾക്ക് മെയ്യുന്ന ഒരു മുട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലവും എല്ലാം കൊണ്ട് നല്ലൊരു സീനിക് സ്പോട്ട് തന്നെയായിരുന്നു അത്. നല്ലൊരു വെറൈറ്റി സിമിത്തേരി ഉണ്ടായിരുന്നു അവിടെ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയ സിമിത്തേരി ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ കുറച്ച് നേരം നിന്ന കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് താഴേക്ക് തന്നെ പോയി. ബീച്ച് സൈഡിലുള്ള ബിൽഡിങ്ങുകളും ഹോട്ടലുകളും ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അവിടെ കുറച്ച് നേരം കറങ്ങി നടന്ന് വെയിൽസിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. വെയിൽസ് സീരീസിലെ 2 വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.